പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, വാത്സല്യമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ അതിപരിശുദ്ധമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയ തിരുവചനങ്ങളെ പകുത്തെടുപ്പാൻ നമുക്ക് മഹാഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ ഹൃദയം നിറഞ്ഞ് നമുക്ക് ആരാധിച്ച് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് നാം കേട്ടുകൊണ്ടിരുന്നത് ഒരു ദൈവഭക്തൻ ദൈവഭയമുള്ളവനായിരിക്കും എന്നാണ്. ഇന്ന് വീണ്ടും നാം മറ്റൊരു ചിന്ത അതോട് ചേർത്ത് വയ്ക്കുകയാണ്. ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ജീവിതം എപ്പോഴും കർത്താവിനെ അനുഗമിക്കുന്ന ജീവിതമായിരിക്കും. യേശുക്രിസ്തുവിനെ സകലത്തിലും അനുഗമിക്കുക, പിന്തുടരുക, അനുകരിക്കുക, ഇതാണ് ദൈവഭക്തിയുടെ അടയാളം. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന രംഗമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച് പറഞ്ഞയക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിപ്പീൻ. കർത്താവിനെ അനുഗമിക്കുന്ന ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണത്. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ചെയ്യുവാനുള്ള ശുശ്രൂഷ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുക. ഇന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ പോലും ഇടവരാത്ത ഒരു സത്യമാണത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സത്യം. ഇന്ന് പലരും അവരുടെ ധ്യാനത്തിൽ പോലും അത് സൂക്ഷിക്കുന്നില്ല, മനനം ചെയ്യുന്നില്ല. ഈ കാഴ്ചപ്പാട് നമ്മിലുണ്ടെങ്കിൽ നാം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ ഭൗമരാജ്യം നിലനിൽക്കാത്തതാണ്, ഇത് താൽക്കാലികമാണ്, ഇത് അഴിഞ്ഞു പോകുന്നതാണ്, ഇത് മായയാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ശാശ്വതമാണ്, ആനന്ദപൂരിതമാണ്, ആത്മനിറവിൻ്റേതാണ്, ആത്മഹർഷത്തിൻ്റേതാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് നാം നിരന്തരം പ്രഘോഷിക്കുന്നവരായി മാറുന്നുവെങ്കിൽ നാം ദൈവത്തെ അനുകരിക്കുന്നവരാണ്. ദൈവത്തെ അനുഗമിക്കുന്നവരും ദൈവത്തെ അനുകരിക്കുന്നവരും അല്ലാത്തവർക്ക് ഈ പ്രഘോഷണം സാധ്യമാകുന്നില്ല. സംഭാഷണത്തിൽ ഒരിക്കൽ പോലും ദൈവരാജ്യം വിഷയമായി തീരുന്നില്ലെങ്കിൽ നാം ദൈവത്തെ അനുഗമിക്കുന്നില്ല എന്ന് തന്നെ നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ എത്ര വാക്കുകൾ, എത്ര വാചകങ്ങൾ, എത്ര സമയം നാം സംസാരിക്കുന്നു, എന്തുമാത്രം കാര്യങ്ങൾ നാം ചർവണം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം നമ്മുടെ സംഭാഷണങ്ങളിൽ, പങ്കുവയ്ക്കലുകളിൽ എപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വിഷയമാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ അനുഗമിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വീണ്ടും തുടർന്ന് പറയുന്നത്, നിങ്ങൾ രോഗികളെ സുഖമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്നിങ്ങനെയാണ്. ഇതിനെ ആക്ഷരികമായ വ്യാഖ്യാനത്തിലല്ല നാം കാണേണ്ടത്. ഇപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണിത്. രോഗികളെ സുഖപ്പെടുത്തുവീൻ. അപ്പോൾ നമ്മൾ ആരും ഡോക്ടർമാരല്ല, ഭൂരിപക്ഷം പേരും ഡോക്ടർമാരല്ല. നമ്മളെങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന കാര്യമാണത്, രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. ഒരു രോഗിയോട് താതാത്മ്യപ്പെടുക, ആ രോഗിയുടെ രോഗത്തിൻ്റെ വേദനകളെ പങ്കിട്ടെടുക്കുക, ആ രോഗിയുടെ ആശ്വാസമായി മാറുക, ആ രോഗിയുടെ വിവരത്തിൽ രോഗി അനുഭവിക്കുന്ന വേദനയിൽ നാം പങ്കുപറ്റുമ്പോൾ സ്വാഭാവികമായും ആ രോഗി സൗഖ്യം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ്റെ മാതാവ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് അസാമാന്യമായ വേദന അനുഭവിച്ച് കിടക്കുകയാണ്. ആ മാതാവിനെ കാണുവാൻ എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ ആശുപത്രി മുറിയിൽ കയറി ചെന്നപ്പോൾ അയ്യം വിളിച്ച് കരയുകയാണ് ആ അമ്മ. അല്പനേരം ആ അമ്മയുടെ മുഖത്ത് നോക്കി നിന്നപ്പോൾ എനിക്ക് വ്യസനം തോന്നി, അതിനും മാത്രം വേദന അവരനുഭവിക്കുന്നുണ്ട് എന്ന്. ഉടനെ ആ അമ്മയുടെ അരികിൽ ഞാൻ ഇരുന്നിട്ട് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ ഞാൻ ആ അമ്മയോട് വളരെ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു. അമ്മേ, ഞാനൊരു കടങ്കഥ പറയട്ടെ, അമ്മയ്ക്ക് അതിൻ്റെ ഉത്തരം പറയാനാകുമോ? ഉടനെ അവർ ജാഗ്രതയോടെ എന്നെ ശ്രദ്ധിച്ചു നോക്കി.
ഞാനൊരു കടങ്കഥ ഈ അമ്മയോട് പറഞ്ഞു. അത് ആത്മീക അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു കടങ്കഥയായിരുന്നു. ഈ അമ്മയുടെ മനസ്സ് മുഴുവനും ആ കടങ്കഥയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. കുറച്ച് സമയത്തേക്കെങ്കിലും അവർ വേദനയെ മറന്നു. സ്വാഭാവികമായും അവരുടെ മനസ്സ് അവരുടെ വേദനകളിൽ കേന്ദ്രീകരിച്ചിരുന്നിടത്ത് നിന്ന് മറ്റൊന്നിലേക്ക് കേന്ദ്രീകരിപ്പാനിടയായപ്പോൾ സ്വാഭാവികമായും അവരവരുടെ വേദനയെ മറന്നു. ഈ വേദന എന്ന് പറയുന്നതൊരു വികാരമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ആ അമ്മ അല്പനേരത്തെ വേദനയിൽ നിന്നുള്ള ശമനം അനുഭവിക്കുകയാണ്. ഏതാണ്ട് സങ്കീർണമായിരുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ ആ അമ്മയ്ക്ക് 15 മിനിറ്റ് സമയം വേണ്ടി വന്നു. ആ 15 മിനിറ്റ് സമയം കൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അവരെ സ്വതന്ത്രമായി അനുവദിക്കാതെ അതിനിടയിൽ വേദപുസ്തകത്തിൽ നിന്ന് ചില ഉപമകളും അതുമായി ചേർത്ത് കർത്താവ് പറഞ്ഞ ചില സംഗതികളുമൊക്കെ ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ കൂട്ടത്തിൽ ആ കടങ്കഥയുടെ ഉത്തരം പറയാൻ അവരെ ത്വരിതപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ മറ്റെല്ലാം മറന്ന് എന്നോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഈ അമ്മ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉടനെ അവർ വേദനയുടെ ലോകത്തേക്ക് മടങ്ങിപ്പോകുമെന്ന്. തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു കണക്ക്, അത് വളരെ സങ്കീർണമായൊരു കണക്ക്, കൂട്ടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കണക്ക് ഞാൻ ആ അമ്മച്ചിയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് സോൾവ് ചെയ്തതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം. കണക്കിൽ വലിയ താല്പര്യമുള്ളൊരമ്മയായിരുന്നു ആ അമ്മ. അമ്മ മനക്കണക്ക് കൂട്ടാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വേദപുസ്തകത്തിൽ ചില ഉപമകളും ചില കഥകളുമൊക്കെ പറഞ്ഞ് അമ്മയുടെ കാൽക്കുലേഷൻസ് തെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ എല്ലാം മറന്ന് എന്നോട് വാദിക്കാൻ തുടങ്ങി. അച്ഛൻ നിശബ്ദമായിട്ടിരിക്കെ, എന്നെ തെറ്റിക്കരുത്, ഞാൻ കണക്ക് കൂട്ടി വരുന്നതിനിടയ്ക്ക് കയറി അച്ഛൻ എന്നെ കുഴപ്പത്തിലാക്കരുത്, അച്ഛൻ മിണ്ടാതിരുന്നാൽ ഞാൻ ഉടനെ ഉത്തരം പറയാം. അങ്ങനെ ഉടനെ അമ്മ ഉത്തരം പറഞ്ഞാൽ മറ്റൊരു കഥ ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും സങ്കീർണതകൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ ആ അമ്മ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്ക് ചൊല്ലിക്കൊടുത്ത ചില പ്രാർത്ഥനകൾ അവർ ഏറ്റുചൊല്ലുന്നത് ഞാൻ കണ്ടു. അതിനിടയിൽ അവരുടെ മനസ്സ് ഈ കണക്കിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അരമണിക്കൂർ കൊണ്ടാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയത്. എനിക്ക് പരിധിയിൽ കവിഞ്ഞൊരു ആനന്ദം തോന്നി അമ്മയോടുകൂടെ ഇരിപ്പാൻ. സത്യം പറഞ്ഞാൽ അന്ന് 3 മണിക്കൂർ, എനിക്ക് ഒത്തിരി സമയമുള്ളൊരു കാലമായിരുന്നതുകൊണ്ട് 3 മണിക്കൂർ ഞാൻ ആ മുറിയിൽ ചിലവഴിച്ചു. ആ 3 മണിക്കൂറും ഈ അമ്മ വേദന അറിഞ്ഞില്ല. ഏത് വേദന സംഹാരിയേക്കാളും കൂടുതൽ ആ അമ്മയ്ക്ക് ആശ്വാസം നൽകിയത് ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തിയും അമ്മയുടെ ബുദ്ധിയെ കേന്ദ്രീകരിച്ച് ചോദിച്ചതുമായ ചില ചോദ്യങ്ങളും അതിലുണ്ടായ സങ്കീർണതകളുമൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ സാമീപ്യം കൊണ്ട് ആ അമ്മ തൻ്റെ രോഗത്തിൻ്റെ വേദനയെ താൽക്കാലികമായിട്ടെങ്കിലും മറന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്കൊരു പാഠം മനസ്സിലായി. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം ഒരാളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ധ്യാന വിഷയം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമായി മാറിയാൽ, ആ സ്നേഹത്താലുള്ള കർത്താവിൻ്റെ ത്യാഗമായി മാറിയാൽ, സ്വാഭാവികമായും ആ വ്യക്തി സുഖപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അനേക രോഗികളെ ഇപ്രകാരം കർത്താവിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുവാൻ പലപ്പോഴായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ തിരക്കുകളുടെ മധ്യത്തിൽ പലപ്പോഴും അത് സാധ്യമാകുന്നില്ല എന്നൊരു നൊമ്പരവും കൂടെ ഇപ്പോഴെന്നെ ഭരിക്കുന്നുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ കൊറോണയുടെ പ്രാതികൂല്യം കൊണ്ട് ആരെയും നേരിട്ട് കാണുവാനോ അവരെ ശാന്തമായിരുന്ന് കേൾക്കുവാനോ അവരോട് സംവദിക്കുവാനോ കഴിയാത്തതും വലിയൊരു പരിമിതിയാണ് എന്നുള്ളതും വളരെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഓർക്കട്ടെ. നമുക്ക് കഴിയും പ്രിയപ്പെട്ടവരെ രോഗികളെ സുഖപ്പെടുത്താൻ. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം അവരിൽ നിറയ്ക്കുമ്പോഴാണ് ഒരു രോഗി സുഖപ്പെടുന്നത്. രോഗം എന്നൊക്കെ പറയുന്നത് ശരീരത്തിൽ സംഭവിക്കുന്ന തെറ്റായ പ്രതിഭാസങ്ങൾ മാത്രമല്ല, അത് മനസ്സിൽ കൂടെ ചേർന്ന് വരുന്നതായ ക്രമക്കേടുകളാണ് എന്ന് തിരിച്ചറിയണം. മനസ്സിലെ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ശാന്തതയാണ് സൗഖ്യം എന്ന് പറയുന്നത്. ഇത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നും ഒരാളെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തർക്കമറ്റ സത്യമാണ് പ്രിയപ്പെട്ടവരെ. അപകടം പറ്റി തലച്ചോറിൽ ക്ഷതമേറ്റൊരു കുഞ്ഞ് അത്യാസന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാതാപിതാക്കൾ വിതുമ്പിക്കരയുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ, കുഞ്ഞിൻ്റെ മേലൊന്ന് കൈ വയ്ക്കാമോ? ഞാൻ അപ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വെൻറ്റിലേറ്ററിലായിരുന്നു ആ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഞാൻ എൻ്റെ തമ്പുരാനോട് ചോദിച്ചു, മടക്കി കൊടുക്കില്ലേ ഇവൻ്റെ മാതാപിതാക്കൾക്ക് ഇവനെ? അപ്പോൾ ആ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നൊരു ബോധ്യമുണ്ട്, ഇവനെ മടക്കി തരും, പക്ഷേ കുറേയധികം
സമയമെടുക്കുമെന്ന്. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, മോളെ നീ കരയണ്ട, നിൻ്റെ മകൻ മടങ്ങി വരും, പക്ഷേ നീ കാത്തിരിക്കണം. 3, 4, 5 മാസങ്ങൾ കൊണ്ടാണ് നിനക്ക് നിൻ്റെ മകനെ പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു കിട്ടുക. സമയമെടുക്കും, നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊള്ളുക, അവൻ മടങ്ങി വരുമെന്ന്. എന്നാൽ ദൈവത്തിന് 1 കോടി സ്തോത്രം പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത നാളിൽ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു, അവൻ അച്ഛനെ നേരിൽ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവന് ആ അച്ഛനോടൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ അമ്മ അന്ന് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി നിറവേറിയത് അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം ആ കുഞ്ഞിനെ കൂടിക്കാണുവാനായിട്ടിടയായി. അവൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, അന്ന് പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ നിറവേറിയെന്ന് കേൾക്കുവാനിടയായി. ഇപ്പോൾ ആളുകൾ പലരും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അച്ഛൻ്റെ ശക്തി കൊണ്ട്, അച്ഛൻ്റെ കഴിവ് കൊണ്ട്, അച്ഛനുള്ള സിദ്ധി കൊണ്ട് അച്ഛനത് ചെയ്തു എന്നാണ്. അങ്ങനെയാണ് പലരും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പലരും സ്വയം ആൾദൈവങ്ങളാകാൻ ശ്രമിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് ഇതൊന്നുമല്ല. ഞാനെന്ന വ്യക്തി വെറുമൊരു മീഡിയേറ്റർ മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിച്ചത്. ദൈവമാണ് മഹത്വപ്പെടേണ്ടത്, ദൈവനാമമാണ് മഹത്വപ്പെടേണ്ടത്. ആ കുഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തിൽ മുടങ്ങിക്കിടന്ന ഒരു സെമസ്റ്റർ എക്സാം എഴുതി ക്ലാസ്സോടെ അവൻ പാസ്സായി. ഫൈനൽ സെമസ്റ്ററിലേക്ക് ആ കുഞ്ഞ് പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുഖപ്പെടുത്താൻ നമുക്ക് കഴിയും. കർത്താവ് നമ്മോട് കൂടെ ഉള്ളിടത്തോളം നമുക്കത് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥ ദൈവഭക്തരാണെങ്കിൽ നമുക്കത് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പറഞ്ഞത്, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ. കല്ലറകളിൽ അടക്കപ്പെട്ടവരെ കർത്താവ് ഉയർപ്പിച്ചതുപോലെ കല്ലറകളിൽ അടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ മരിച്ചവരെ ഉയർപ്പിക്കാനെന്ന ചിന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതങ്ങനെ തന്നെ അർത്ഥമാക്കുന്നുണ്ട്. കാരണം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും. സഭയുടെ ചരിത്രത്തിൽ മറ്റ് പലപ്പോഴും അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ പറയുന്ന ഈ ചിന്തയ്ക്ക് ഒരു ആത്മീക അർത്ഥമുണ്ട്. ലോകത്ത് ഒരുപാട് പേർ മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവരാണ്. യഥാർത്ഥ മരണം എന്താണെന്ന് പലപ്പോഴായി അച്ഛൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മരിച്ച അവസ്ഥ. ജീവൻ ദൈവമാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി മരിച്ചവനാണ്. ആ മരിച്ചവനെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപത്തിന് പിടിക്കപ്പെട്ട്, ദൈവബന്ധം മുറിക്കപ്പെട്ട്, ദൈവത്തിൽ നിന്ന് അകന്ന് ആത്മീക മരണം സംഭവിച്ചു പോയ ആളുകളിലേക്ക് ദൈവസ്നേഹത്തെ തിരികെ നൽകി അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവീക ജീവൻ സന്നിവേശിപ്പിച്ച് അവരെ ദൈവ കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ട് വരുമ്പോഴാണ് നാം മരിച്ചവരെ ഉയർപ്പിക്കുന്നവരായി മാറുന്നത്. യഥാർത്ഥത്തിലൊരു സുവിശേഷകൻ ചെയ്യുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവരെ, 16 കൊല്ലം ഷാപ്പിൽ തന്നെ താമസിച്ച് ഈ ലോകത്തിൻ്റെ സകല സുഖലോലുപതകളിൽ മുഴുകി ദൈവബന്ധം മറന്ന് ശരിക്കും ഒരു അക്രമിയും വലിയ കുറ്റവാളിയും ഒരുപക്ഷെ അവൻ്റെ വീട്ടിലുള്ളവർക്ക് പേടി സ്വപ്നവും ആയി മാറിയ ഒരു മനുഷ്യനെ അവസരം ഒത്തു കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ പിടിച്ചിരുത്തി ആ കണ്ണുകളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തി, സ്നേഹിത, താങ്കൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോഴും ഒരു കാര്യം താങ്കൾക്കറിയാമോ? താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്ന് 10 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞു, സ്നേഹിത, ഇപ്പോഴും താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്നേഹിത, ഇപ്പോഴും താങ്കളെ തൻ്റെ പ്രാണനേക്കാളധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പതുക്കെ കണ്ണിൻ്റെ നിറം മാറുന്നതും കൺകോളുകളിൽ കണ്ണുനീർ തളം കെട്ടുന്നതും അത് പൊട്ടി താഴേക്ക് ഒഴുകിയിറങ്ങുന്നതും കണ്ടനാളം ആ മനുഷ്യൻ്റെ അതിശീഘ്രം ചലിക്കുന്നതും അവസാനം അയാൾ അലറി നിലവിളിക്കുന്നതും കാണുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ഇരുന്ന് ആ മനുഷ്യനൊരു ശപഥം ചെയ്തു, ഇനി ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല, ഇതാ മരിച്ചവനായ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന്. അത് അങ്ങനെയാണല്ലോ ധൂർത്തപുത്രനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. അവൻ മരിച്ചവനായിരുന്നു, ഇന്ന് എനിക്കവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്ന്. ഒരു പാപി പാപം വിട്ട് വിശുദ്ധിയിലേക്ക് മടങ്ങുമ്പോൾ, മരണം വിട്ട് ജീവനിലേക്ക് മടങ്ങുമ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതേ, ഒരു പാപിയുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നടത്തുന്നവരൊക്കെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാം തിരിച്ചറിയേണ്ട ഒരു പാഠമാണ്. പാവപ്പെട്ട ചില ഉപദേശിമാർ ഇങ്ങനെ അനേകം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്കും അത് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ മരിച്ചവരാണോ എന്ന് നാം പരിശോധിക്കണം. പാപസ്വാധീനം നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ നാം തത്വത്തിൽ മൃതരാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ നാമാണ് ജീവിക്കേണ്ടത്. എന്നിട്ട്
മരിച്ചുപോയ അനേകരെ ഉയർപ്പിക്കുവാൻ നാം പരിശ്രമം ചെയ്യണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി നാം വേർതിരിക്കണം. അങ്ങനെയാണ് നാം കർത്താവിനെ അനുഗമിക്കുന്നവരും കർത്താവിനെ അനുകരിക്കുന്നവരും ആയിത്തീരുന്നത് എന്ന് തിരിച്ചറിയുക. വീണ്ടും കർത്താവ് പറഞ്ഞത് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ എന്നാണ്. കുഷ്ഠമെന്ന് പറയുന്നത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആത്മീക കുഷ്ഠം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഹൃദയത്തെ ബാധിക്കുന്ന അശുദ്ധി, അത് ആത്മീക കുഷ്ഠമായി നമുക്ക് വ്യാഖ്യാനിക്കാം. അവരെ ശുദ്ധരാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നിലകളിൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ആന്തരിക നിലയെ ശുദ്ധീകരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ജാഗരിക്കുക, അവരെ ഒരുപാട് ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുക, അവരെ ദൈവ സ്നേഹം കൊണ്ട് കഴുകുക, കർത്താവിൻ്റെ തങ്കച്ചോരയുടെ കുളിക്ക് അവരെ പ്രാപ്തരാക്കുക. അങ്ങനെ വരുമ്പോൾ അവർ വിശുദ്ധരായി രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം പറയുന്ന ഈ ശുശ്രൂഷ നമുക്ക് സാധ്യമായി തീരുന്നത്. ശരീരപ്രകാരം കുഷ്ഠരോഗികളായവരെ ശുദ്ധീകരിപ്പാൻ ഒരുപക്ഷെ നമുക്ക് കഴിയില്ല. പക്ഷേ ആത്മീയമായി കുഷ്ഠം ബാധിച്ചവരെ ശുദ്ധീകരിപ്പാൻ നമുക്ക് കഴിയും. അങ്ങനെ നാം കർത്താവിനെ അനുകരിക്കുന്നവരായി തീരാൻ നമുക്ക് കഴിയും. വീണ്ടും പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്നാണ്. ഒരു വ്യക്തിയെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിന് പകരം മറ്റൊരു ശക്തി ഒരു വ്യക്തിയെ ഭരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഭൂതഗ്രസ്തനാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. മറ്റൊരു ശക്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തിന്മയുടെ ശക്തി, അതുപോലെ തന്നെ അശുദ്ധമായ സ്വാധീന ശക്തി. ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ പുകവലിക്കുന്ന ഒരാളെ ഭരിക്കുന്നത് ഒരു പ്രത്യേക ചിന്തയാണ്. അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതൊരു ഭൂതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് വെച്ചാൽ ഈ ഭൂതം പുറത്തു പോയാൽ ആ വ്യക്തിക്ക് പുകവലിക്കാനുള്ള ആസക്തിയിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെടും. മദ്യപാനം ബാധിച്ച ഒരു വ്യക്തിയും ഇതുപോലൊരു ഭൂതഗ്രസ്തനാണ് എന്ന് തിരിച്ചറിയണം. ആ ആസക്തി അയാളിൽ നിന്ന് പോയാൽ അയാൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ നല്ല അധ്വാനിയാണ്. ഒരു ദിവസം മനസ്സറിഞ്ഞ് അധ്വാനിച്ചാൽ 2000-3000 രൂപ കയ്യിൽ വരത്തക്കവണ്ണമുള്ള ഒരു പ്രസ്ഥാനം കയ്യിലുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആ ചെറുപ്പക്കാരൻ മദ്യപിക്കും. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരം വരെ മദ്യപിക്കും. അയാൾ ഒരു ജോലിയിലും മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അയാൾ 1 മണിക്കൂർ ജോലി ചെയ്താൽ അത്ഭുതം സൃഷ്ടിക്കാൻ അയാൾക്ക് കഴിയും. പക്ഷേ അയാൾ ജോലി ചെയ്യില്ല. അയാൾ വീട്ടിൽ ചെന്ന് ബഹളമുണ്ടാക്കും. അയാളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ വലിയ വേദനയിലാണ്. അയാളുടെ ഭാര്യ സാധു സ്ത്രീ, അവൾ വലിയ വേദനയിലാണ്. ആ വീടിൻ്റെ സങ്കടത്തെക്കുറിച്ച് ഒരു സ്നേഹിതൻ പറഞ്ഞ് അദ്ദേഹം എന്നെ ഏതാണ്ട് ബലപ്രയോഗത്തിലൂടെ തന്നെ ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാനവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ അന്ന് മദ്യപിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ തലേ ദിവസം മദ്യപിച്ചത് അധികമായി പോയതുകൊണ്ട് ആ മനുഷ്യന് പിറ്റേന്ന് എഴുന്നേൽപ്പാൻ വളരെ താമസം നേരിട്ടു. രാവിലെ 10 മണിക്ക് ഞാൻ ആ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്നത്. ഇയാൾ കുടിച്ചിട്ടില്ലെങ്കിൽ വളരെ ശാന്തനാണ്. ഈ മനുഷ്യൻ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ നിന്നോളാം, അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സ്നേഹിത, താങ്കൾ ഇരിക്കുക. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ അച്ഛൻ്റെ കാൽക്കൽ ഈ തറയിലിരിക്കാം. അപ്പോൾ ആ മനുഷ്യൻ വളരെ വിനയമുള്ള ഒരാളാണ്. ഈ മനുഷ്യൻ ഒരു ഭൂതബാധയിലാണെന്ന് തന്നെയല്ലേ തിരിച്ചറിയേണ്ടത്. അയാൾ തറയിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലമായി ഞാൻ അയാൾ പിടിച്ച് എനിക്ക് അഭിമുഖമായി ഒരു കസേരയിലിരുത്തി. എന്നിട്ട് ആ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് കുറേ നേരം വെറുതെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായി. അച്ഛൻ എന്തിനാണ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ സൂക്ഷിച്ചു നോക്കുകയല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് കുഞ്ഞെ. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. നിനക്കിപ്പോൾ ഒരു ചിന്തയുണ്ട്, മദ്യപാനിയായതുകൊണ്ട്, വഴക്കാളിയായതുകൊണ്ട്, കുടുംബദോഷിയായതുകൊണ്ട്, നിൻ്റെ സ്വന്തം പ്രവൃത്തി ചെയ്യാത്ത ആളായതുകൊണ്ട് എല്ലാവരും നിന്നെ വെറുക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്കുണ്ട്. ആ ചിന്ത ആവശ്യമില്ല കുഞ്ഞെ. കർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പതുക്കെ ആദ്യം പറഞ്ഞതുപോലെ അവൻ്റെ കണ്ണ് നിറയുകയായി. അവനെ ഏങ്ങലടിക്കാനായിട്ട് തുടങ്ങി. പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ല. കുറേ നേരം അവൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മൗനമായിരുന്നു. പിന്നെ ശാന്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ വീണ്ടും ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഒടുവിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്രയൊക്കെ സ്നേഹിക്കപ്പെടാൻ എനിക്ക് ഒരു അർഹതയുമില്ലച്ചാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉണ്ട്, അർഹതയുണ്ട്, ഒരുപാട് അർഹതയുണ്ട് സുഹൃത്തേ നിനക്ക്. നിൻ്റെ അർഹത ഈ ലോകമല്ലല്ലോ തീരുമാനിക്കുന്നത്, സ്നേഹവാനായ ദൈവമാണ്. പ്രാർത്ഥന പൂർത്തിയാക്കി അവനെ 2 കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു സമ്മാനം തരണമെന്ന് ദൈവം എന്നോട് കൽപ്പിക്കുന്നുണ്ട്, ഞാനത് തന്നുകൊള്ളട്ടെ നിനക്ക്. അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് തരിക.
അവൻ്റെ 2 കവിളിലും ഓരോ ചുംബനം കൊടുക്കാനാണ് അപ്പോൾ ദൈവാത്മാവ് തോന്നിച്ചത്. ആ ചുംബനങ്ങൾ അവൻ്റെ കവിളിൽ ചേർത്ത് വെച്ചപ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു കൊച്ചുകുട്ടി ഏങ്ങലടിക്കും പോലെ ഏങ്ങലടിച്ച് കരഞ്ഞു. ആ ചേർത്ത് പിടിച്ച ആശ്ലേഷത്തോടൊപ്പം അവനെൻ്റെ കാതിലൊരു വാക്ക് മന്ത്രിച്ചത് ഇങ്ങനെയാണ്: മരിക്കും വരെ ഇനി ഞാൻ മദ്യത്തിൻ്റെ രുചി നോക്കില്ല. ഈ സ്നേഹത്തെ എനിക്ക് വേദനിപ്പിക്കാനാകില്ല. ഈ കർത്താവിനെ ഞാൻ ഇനി പിരിയില്ല. ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു ബൈബിൾ എടുത്ത് അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഇനി ഇതായിരിക്കട്ടെ നിൻ്റെ ലഹരി. ദൈവത്തിന് 1000 സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6-7 വർഷമായി ആ ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ വചനത്തിൽ ആസ്വദിക്കുകയാണ്, അതിൽ ലഹരി കണ്ടെത്തുകയാണ്. അവൻ പിന്നെ മദ്യപിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഭൂതം അവനിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് നാം തിരിച്ചറിയണം. കർത്താവിനെ അനുഗമിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്കത് സാധ്യമാകും പ്രിയപ്പെട്ടവരെ. വീണ്ടും ഇങ്ങനെ പറഞ്ഞു വെച്ചത്, നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതൊക്കെ നിങ്ങൾ സൗജന്യമായി കൊടുപ്പേനെന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അങ്ങനെയൊക്കെ നമ്മളെ ആക്കി തീർക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് സാധ്യമാണത്. നാം കർത്താവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ നാം യഥാർത്ഥ കർത്തൃഭക്തരാണ്. നമുക്കതിന് സാധ്യമാകാതെ വരുമ്പോഴാണ് നാം ഭക്തരല്ല എന്ന് അടയാളപ്പെടുത്തപ്പെടുന്നത്. നാം ഭക്തരായി തന്നെ കർത്തൃ മുമ്പിൽ നിലനിൽക്കേണ്ടവരും വെളിപ്പെടേണ്ടവരും അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവരുമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിനാണല്ലോ ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് ഉപകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഞാനൊരു ഭക്തനാണോ അഭക്തനാണോ? ഭക്തനെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സകലത്തിലും അനുഗമിക്കുന്ന വ്യക്തിയാകണമല്ലോ. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന്. കർത്താവ് അങ്ങനെ ഒരുപാട് പാഠങ്ങൾ തന്നെ അനുഗമിക്കുന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുള്ളപ്പോഴും ക്ലേശങ്ങളുള്ളപ്പോഴും ഭാരങ്ങളുള്ളപ്പോഴും ഒരു കാര്യം ഓർക്കണം: എനിക്ക് വേണ്ടി കുരിശു ചുമന്നവനെ ഞാൻ പിന്തുടരുന്ന സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിപ്പാനും ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനും അത് സഹായകമാകും പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നാളുകൾ വരുമ്പോൾ കർത്താവ് ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ച് ഓർത്തിട്ട് അത് നാം അങ്ങനെ തന്നെ ആക്കി തീർക്കുവാൻ നാം പരിശ്രമം ചെയ്യണം. അപ്പോൾ നാം കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. അനാഥരെ ചേർത്ത് പിടിച്ചവനെ കണ്ടിട്ട് അവനോട് ചേർന്ന് നമുക്കും അനാഥരെ ചേർത്ത് പിടിപ്പാൻ കഴിയണം. ആരോരുമില്ലാത്തവർക്ക് അഭയമായവനെ കണ്ടിട്ട് അവനെ പ്രതി നമുക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയണം. വിശക്കുന്നവൻ ആഹാരം കൊടുത്തവനെ കണ്ടിട്ട് അവനെ പ്രതി നമുക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയണം. കരഞ്ഞവൻ്റെ കണ്ണുനീർ തുടച്ചവനെ കണ്ടിട്ട് നമുക്കും അങ്ങനെ ചെയ്യുവാനാകണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം കർത്താവിനെ അനുകരിക്കുന്നവരും ആയിത്തീരുന്നത്. അപ്പോഴാണ് നാം യഥാർത്ഥ ഭക്തരായി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വെളിപ്പെടുന്നത്. ആകയാൽ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തെ നല്ലവണ്ണം അറിയുന്ന തമ്പുരാൻ്റെ തിരുമുമ്പിൽ നാം ഭക്തരാണെന്ന് അടയാളപ്പെടുത്തേണ്ടതിന് നമുക്ക് ഈ മാർഗങ്ങൾ സ്വീകരിക്കണം. ഞാൻ സകലത്തിലും എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിയായി തീരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖകാലമുണ്ട്, ശുഭകാലമുണ്ട്, ഒപ്പം ദുഃഖകാലമുണ്ട്, അശുഭകാലവുമുണ്ട്. എന്നാൽ ഈ കാലങ്ങളെല്ലാം കർത്താവിൻ്റെ യാത്രയോട് ചേർത്ത് വെച്ച് ആശ്വാസത്തിൻ്റേതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം വിജയകരമായ ഭക്തിമാർഗമായി രൂപപ്പെട്ടു വരുന്നത്. ഈ ചിന്തകൾ മുഖാന്തിരം അങ്ങനെ ഒരു ജീവിത ശൈലി കണ്ടെത്തുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ചില നിമിഷങ്ങൾ കൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചേർത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. ഒരു യഥാർത്ഥ ഭക്തൻ സകലത്തിലും കർത്താവിനെ അനുഗമിക്കും എന്ന പാഠം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. കർത്താവ് ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യുമ്പോഴാണ് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നവരായിത്തീരുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ ഞങ്ങൾ പങ്കുചേരുമ്പോഴാണ് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നവരായിത്തീരുന്നത്. ഏതെല്ലാം നിലകളിൽ ഞങ്ങൾക്കത് സാധ്യമാകുമെന്ന് ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. സത്യമായിട്ടും കർത്താവെ, സുഖത്തിലും ദുഃഖത്തിലും ശുഭകാലത്തും അശുഭകാലത്തും കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവ് വരച്ചിട്ട വഴികളിലൂടെ കർത്താവിൻ്റെ പാത പിന്തുടർന്ന് ഭാഗ്യകരമായ നല്ല ഭാവി കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ വളരെ വിനയപ്പെടുത്തി
പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. ഇന്ന് കേട്ട ചിന്തകൾ ഞങ്ങളിലൂടെ പ്രാവർത്തികമായി ഞങ്ങൾ ഭക്തിയിൽ തികഞ്ഞവരായി തിരുമുമ്പിൽ നിൽപ്പാൻ കൃപയാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody